ഒരു നേഴ്സാകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടാകും അല്ലേ? പഠനത്തിന് ശേഷം വിദേശത്ത് ജോലിയും ഉന്നത ജീവിത നിലവാരവും പലരും സ്വപ്നം കാണും. ജോലി കിട്ടിയാൽ കുടുംബത്തിലെ കടബാധ്യതകളൊക്കെ വീട്ടണം, പുതിയ വീട് പണിയണം, അങ്ങനെ കുന്നോളം ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്. എന്നാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ നഴ്സിംഗ് പഠനം? വിദ്യാഭ്യാസ കാലത്ത് തന്നെ നിരവധി വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരും. ഉയർന്ന ഫീസും ലോണും ബാധ്യതകളും ഒരു വശത്ത്, പിന്നെ കോളേജ് അധികൃതരിൽ നിന്നുള്ള ചൂഷണവും റാഗിങ്ങും മറ്റ് പ്രതിസന്ധികളും മറ്റൊരു വശത്ത്. കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തിറങ്ങിയാൽ വീട്ടുകാർ വിഷമിക്കുമെന്ന് കരുതി പലതും മറച്ചുവെക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ബംഗളൂരുവിൽ ഒരു മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനി നേരിട്ട ദുരിത കഥ കരളറിയിപ്പിക്കുന്നതാണ്. എന്താണ് അവൾക്ക് കോളേജിൽ വെച്ച് സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നീ അതീവ സുന്ദരിയാണ്, നിന്നെ കാണാൻ എൻ്റെ പഴയ ഗേൾഫ്രണ്ടിനെ പോലെയുണ്ട്. ബംഗളൂരുവിൽ നഴ്സിംഗ് പഠനത്തിനെത്തിയ മലയാളി പെൺകുട്ടി ആദ്യ ദിവസം തന്നെ കോളേജ് ചെയർമാനിൽ നിന്ന് കേട്ട വാക്കുകളാണിത്. അന്ന് അവൾ അതൊരു കോംപ്ലിമെൻ്റായി എടുത്തു. പിന്നീട് നേരിൽ കാണുമ്പോഴൊക്കെ ചെയർമാൻ്റെ മോശം ഉദ്ദേശത്തോടെയുള്ള നോട്ടവും സ്പർശനവും. ഇത് പരാതി പറയാൻ അവൾ നേരെ പോയത് പ്രിൻസിപ്പാളിൻ്റെ മുറിയിലേക്കാണ്. പ്രിൻസിപ്പാളാകട്ടെ ചെയർമാൻ്റെ ഭാര്യ. പിന്നീട് വ്യക്തി അധിക്ഷേപവും വേട്ടയാടലും കുറേ നേരിട്ടു. കടുത്ത മാനസിക സമ്മർദ്ദം കാരണം പഠനം പോലും മുന്നോട്ട് പോയില്ല. പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. ബംഗളൂരു മൗണ്ട് ഷെപ്പേർഡ് കോളേജിലെ ചെയർമാൻ വാൾട്ടർ ജെയ്സിംഗിനെതിരെയാണ് ഗുരുതര ആരോപണവുമായി തൃശൂർ സ്വദേശിനിയായ പെൺകുട്ടി രംഗത്തെത്തിയത്. കോളേജ് ചെയർമാൻ തന്നെ വിദ്യാർത്ഥിനിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. ബംഗളൂരു മൗണ്ട് ഷെപ്പേർഡ് കോളേജിലെ ചെയർമാൻ വാൾട്ടർ ജെയ്സിംഗിനെതിരെയാണ് തൃശൂർ സ്വദേശിയായ പെൺകുട്ടി പരാതിയുമായി രംഗത്ത് വന്നത്. കോളേജിലെത്തിയ കാലം മുതൽ തന്നെ പിന്തുടർന്ന് ലൈംഗിക അതിക്രമം നടത്തുന്നതായി പെൺകുട്ടി പറയുന്നു. പലതവണ കയറി പിടിക്കാൻ ശ്രമിച്ചു. ചെയർമാന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോകുന്ന സംഭവങ്ങൾ നിരവധി തവണ ഉണ്ടായി. ഫസ്റ്റ് ഇയർ തൊട്ട് അവിടെ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ചെയർമാൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കാണാൻ എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ പോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. മുൻകാമുകിനെ പോലെയാണ് ഞാൻ കാണാതിരിക്കുന്നത്, നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതുപോലെ തന്നെയാണ്. അങ്ങനെ അതുകൊണ്ട് എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണണം തോന്നും, നീ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുമ്പോൾ ക്യാബിനിലേക്ക് വരണമെന്ന് പറഞ്ഞു. ചെറിയ ചെറിയ കോംപ്ലിമെന്റ്സിലേക്ക് എനിക്ക് മനസ്സിലായി തുടങ്ങി. അയാൾ എന്നെ പിടിക്കുന്ന രീതിക്കും അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് പറയുന്ന രീതികളെല്ലാം എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പം ഞാനത് റിജക്ട് ചെയ്യാണ് ഉണ്ടായത്. പോലീസും സംഭവത്തിൽ ക്രൂരമായ അലംഭാവം കാണിച്ചതായി പെൺകുട്ടി പറയുന്നു. ഏപ്രിലിൽ പരാതി നൽകിയതാണ്. എന്നാൽ പിന്നീട് തുടർ നടപടി ഒന്നും ഉണ്ടായില്ല. ഒടുവിൽ മജിസ്ട്രേറ്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയെങ്കിലും പിന്നെയും നടപടി ഉണ്ടായില്ല. ഞാൻ പ്രിൻസിപ്പൽ മാമിന് കംപ്ലൈന്റ് കൊടുത്തത്. പ്രിൻസിപ്പൽ മാമിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കാരണം അവർ വൈഫ് ആൻഡ് ഹസ്ബൻഡാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പൽ മാം എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഇവിടുന്ന് പഠിച്ചിറങ്ങണം, നിനക്ക് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നീ ചെയർമാൻ സാറ് പറഞ്ഞത് കേട്ട് നിന്നേ പറ്റൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ എനിക്ക് ആരുടെ അടുത്ത് പറയണമെന്ന് എനിക്കറിയില്ല. അവിടുത്തെ ഏറ്റവും വലിയ ആൾക്കാരാണ് പ്രിൻസിപ്പളും ചെയർമാനും. പിന്നെ വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചെയർമാനെതിരായ പരാതി ഭാര്യയായ പ്രിൻസിപ്പളിനോട് പറഞ്ഞെങ്കിലും ഫലമില്ല. ഒടുവിൽ വ്യക്തി അധിക്ഷേപ പ്രചരണമാണ് നടന്നത്. 3ാം വർഷ പരീക്ഷ എഴുതാൻ അധികൃതർ സമ്മതിച്ചില്ല എന്നും പെൺകുട്ടി പരാതിപ്പെടുന്നു. ഫീസ് ഉൾപ്പെടെ വാങ്ങിയ ശേഷമായിരുന്നു ഈ ക്രൂരത. എക്സാം ഫീസ് എന്ന് പറഞ്ഞിട്ട് അവർ എക്സ്ട്രാ പേയ്മെന്റ് വാങ്ങുക, അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ ഫീസ് അടച്ച് കഴിഞ്ഞിട്ടാണ് അഡ്മിഷൻ എടുത്തത്. സെക്കൻഡ് ഇയറിലെ ഫീസ് ഫസ്റ്റ് ഇയർ എക്സാം എഴുതുന്നതിന് മുന്നേ വാങ്ങാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ ഫസ്റ്റ് ഇയറിലെ എക്സാം അല്ലേ, അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ഫീസ് അടച്ചല്ലോ, ഞാൻ സെക്കൻഡ് ഇയറിലെ ഫീസ് എഴുതുന്നതിന് മുന്നേ സെക്കൻഡ് ഇയറിലെ ഫീസ് അടച്ച് തീർത്താൽ പോരെയും ചോദിച്ചു. നീ ഇവിടുത്തെ മാനേജ്മെന്റ് ഞാനാണ് ഭരിക്കുന്നത്, നിനക്കത് ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റ്സും ഇല്ലാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരുടെ അടുത്തെല്ലാം ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് മെന്റലി എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുമാതിരി ബാഡ് ആക്കിയിട്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്തെല്ലാം എന്നെ ഐസൊലേറ്റ് ചെയ്തു. എനിക്ക് പിന്നെ ആരുമില്ല, എനിക്ക് കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ ആരും ഇല്ലാത്ത അവസ്ഥയെ. സംഭവത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനെ പെൺകുട്ടി സമീപിച്ചിട്ടുണ്ട്. പ്രതികൾക്കെതിരെ നിയമപരമായ നടപടിയെടുക്കുന്നതിനൊപ്പം പഠനം തുടരാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടാണ് നീക്കം. തന്നെ കൂടാതെ നിരവധി പേർ ചെയർമാനിൽ നിന്ന് മോശം അനുഭവം നേരിട്ടിട്ടുണ്ട് എന്നും പെൺകുട്ടി പറയുന്നു. എന്നാൽ ഭാവി ഓർത്ത് പലരും തുറന്നു പറയാതെ ഇരിക്കുകയാണ് എന്നാണ് ഈ പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്.
ന്യൂസ് 18 കോട്ടയം. നമ്മുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടായെന്നറിഞ്ഞാൽ കാര്യമന്വേഷിക്കാൻ നമ്മൾ പോകാറില്ലേ? വീട്ടുകാർ തമ്മിലുള്ള തർക്കമാണെങ്കിൽ പോലും അതിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് പാലക്കാട് നെന്മാറയിൽ കുടുംബ വഴക്കിൽ മധ്യസ്ഥതയ്ക്ക് പോയ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലേക്കാണ്. പോത്തുണ്ടി സ്വദേശി അജിത്തിനെയാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടായ വഴക്കിനിടെ ബഹളം തീർക്കാനും പ്രശ്നം പരിഹരിക്കാനും ഇടപെട്ട ബന്ധുവായ അജിത്തിന് അപ്രതീക്ഷിതമായി കുത്തേൽക്കുകയായിരുന്നു. അജിത്തിന്റെ പിതൃ സഹോദരന്റെ മകനായ സിജിനെ നെന്മാറ പോലീസ് അറസ്റ്റ് ചെയ്തു. നെന്മാറയിൽ ഞായറാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. കുടുംബവഴക്ക് പരിഹരിക്കാനെത്തിയ ബന്ധുവായ പോത്തുണ്ടി കൽനാട് സ്വദേശി 32-കാരൻ അജിത്താണ് മരിച്ചത്. അച്ഛനും മകനും തമ്മിലുണ്ടായ വഴക്കിനിടെയാണ് ഇവരുടെ ബന്ധുവായ അജിത്ത് സംസാരിക്കാനെത്തിയത്. വഴക്ക് രൂക്ഷമാവുകയും അതിനിടെ അജിത്തിന് അപ്രതീക്ഷിതമായി കുത്തേൽക്കുകയുമായിരുന്നു. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ഉടൻ തന്നെ നെന്മാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി നെന്മാറയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അജിത്തിന്റെ പിതൃ സഹോദരന്റെ മകനായ സിജിനെ നെന്മാറ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. നെന്മാറ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് തുടരന്വേഷണം നടത്തിവരുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് 18 പാലക്കാട്. സ്കൂളിലും കളിസ്ഥലത്തുമൊക്കെ വെച്ച് കുട്ടികൾ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് പിന്നീട് അവർ തന്നെ പരിഹരിച്ചോളും. കുറച്ചു കഴിഞ്ഞ് പഴയതുപോലെ കൂട്ടും കൂടും. എന്നാൽ മാതാപിതാക്കൾ ഇത്തരം വഴക്കിൽ ഇടപെട്ടാലാണ് പ്രശ്നം വഷളാകുന്നത്. മലപ്പുറം വണ്ടൂരിൽ ചെറിയ കുട്ടികളുടെ വഴക്കിനെ തുടർന്നുണ്ടായ സംഘർഷം അക്രമത്തിൽ കലാശിച്ചു. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. BJP പ്രവർത്തകരായ 3 യുവാക്കൾക്കാണ് പരിക്കേറ്റത്. ആക്രമണത്തിന് പിന്നിൽ CPM-കാരാണെങ്കിലും ഇതിൽ രാഷ്ട്രീയമില്ലെന്നാണ് പോലീസ് പറയുന്നത്. ചെറിയ കുട്ടികൾ തമ്മിലുണ്ടായ വഴക്കിൽ രക്ഷിതാക്കൾ ഇടപെട്ടതോടെ വലിയ സംഘർഷമുണ്ടാവുകയായിരുന്നു. കാപ്പിൽ സ്വദേശികളായ വിശാഖ്, ജിതിൻ എന്നിവരും ജിനേഷ് രാജും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. 3 പേർക്കും പരിക്കുണ്ട്. വിശാഖ്, ജിതിൻ എന്നിവരുടെ കൈക്കാണ് വെട്ടേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 8:45 കാപ്പിലങ്ങാടിയിൽ വെച്ചായിരുന്നു സംഭവം. വിശാഖിന്റെ പരിക്ക് ഗുരുതരമാണെന്നാണ് വിവരം. വിശാഖിനെയും ജിതിനെയും ആദ്യം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇരുവരും BJP പ്രവർത്തകരാണ്. ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകനാണെന്ന് BJP ആരോപിച്ചു. എന്നാൽ രാഷ്ട്രീയ സംഘർഷമല്ലെന്നാണ് CPM നിലപാട്. ജിനേഷ് രാജ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 മലപ്പുറം. കാസർഗോഡ് 16-കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിലെ പ്രതി സ്നേഹ മെർലിന് വേണ്ടി ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. കേസ് രജിസ്റ്റർ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. സംഭവത്തിന് പിന്നാലെ പ്രതി സംസ്ഥാനം വിട്ടിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. അതിനിടെ യുവതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ അമ്മയുമായി സൗഹൃദം സ്ഥാപിച്ചാണ് പ്രതി കുട്ടിയെ ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കിയത്. ലൈംഗിക വൈകൃതമുള്ള സ്നേഹയെ ഇതുവരെ പിടികൂടാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്നും ആക്ഷേപമുണ്ട്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി സ്നേഹ മെർലിൻ കാണാമറിയത്തു തന്നെ. പോക്സോ കേസിൽ സ്ഥിരം കുറ്റവാളിയായ സ്നേഹ മെർലിനെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്ത് ഒരാഴ്ചയോളമായിട്ടും പിടികൂടാനായിട്ടില്ല.
ലഹരി കേസിൽ അകപ്പെട്ട് കണ്ണൂർ ജയിലിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടിയുടെ മാതാവുമായുള്ള സൗഹൃദമാണ് സ്നേഹ മെർലിനെ കാസർകോട്ടെ കുടുംബത്തിലേക്ക് എത്തിച്ചത്. ഇതിനായി കള്ളക്കേസിൽപ്പെട്ടാണ് ജയിലിലെത്തിയതെന്നാണ് സ്നേഹ ഇവരെ വിശ്വസിപ്പിച്ചത്. പീഡനത്തിനിരയായ പെൺകുട്ടിക്കും ഇവരുടെ സഹോദരിക്കും മൊബൈൽ ഫോൺ ഉൾപ്പെടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്താണ് സ്നേഹ പീഡനത്തിന് ഇരയാക്കിയത്. 1 വർഷത്തോളം ഇത്തരത്തിൽ പീഡിപ്പിച്ചുവെന്നാണ് മൊഴി. ഇതുവഴി സഹോദരിയെയും സ്നേഹ ലക്ഷ്യമിട്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ വിശദമായ കൗൺസിലിംഗിലാണ് സ്നേഹ മെർലിൻ തനിക്കെതിരെ നടത്തിയ ക്രൂരതകൾ പെൺകുട്ടി വെളിപ്പെടുത്തിയത്. സംഭവം നടക്കുന്ന സമയത്ത് ഭയവും ഭീഷണിയും കാരണം വിവരങ്ങൾ ആരോടും പങ്കുവച്ചിരുന്നില്ല. നേരത്തെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 3 ഗുരുതരമായ പോക്സോ കേസുകൾ സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2025 മാർച്ച് 14 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് സ്നേഹ ആദ്യമായി അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ നിന്നു അശ്ലീല ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ അധ്യാപകർ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പീഡന വിവരം പുറത്തുവന്നത്. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി സ്വാധീനിച്ചായിരുന്നു അന്ന് കുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയത്. കേസിൽ കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ ഇതേ പെൺകുട്ടിയുടെ 15 വയസ്സുള്ള സഹോദരനെയും യുവതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന പുതിയ വെളിപ്പെടുത്തലുണ്ടാകുന്നത്. പിന്നീട് ഈ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരു ആൺകുട്ടിയെ പീഡിപ്പിച്ചതിനും കേസുണ്ട്. ഇതോടെ സ്ഥിരം പോക്സോ കേസ് കുറ്റവാളിയായ സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 4ാമത്തെ കേസാണ് കാസർകോട്ടേത്. തളിപ്പറമ്പിലെ CPI നേതാവ് കെ മുരളിയെ ആക്രമിച്ച കേസിലും സ്നേഹ മെർലിൻ പ്രതിയാണ്. ന്യൂസ് 18 കാസർഗോഡ്. പത്തനംതിട്ട ഇലന്തൂരിലെ ഷിബു എന്ന യുവാവിന് എന്താണ് സംഭവിച്ചത്? ഷിബുവിനെ കാണാതായി ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസിന് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കടാവർ നായ്ക്കളെ എത്തിച്ച് ഷിബുവിനെ കാണാതായ സുഹൃത്തിൻ്റെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും സൂചനകളൊന്നുമില്ല. ഇയാളുടെ സുഹൃത്ത് അനീഷിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മെയ് 31 രാത്രിയിലാണ് ഷിബുവിനെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും കാണാതാകുന്നത്. തിരോധാനത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് കുടുംബത്തിന്റെ പരാതി. മെയ് 31 രാത്രിയിലാണ് പത്തനംതിട്ട ഇലന്തൂർ വാര്യാപുരം സ്വദേശി 43-കാരനായ ഷിബുവിനെ കാണാതാകുന്നത്. തടിപ്പണിക്കായി വീട്ടിൽ നിന്ന് പോയ ഷിബുവിന്റെ സ്കൂട്ടർ വാര്യാപുരത്ത് കണ്ടെത്തിയിരുന്നു. തുടർന്ന് കുടുംബം നൽകിയ പരാതിയിലാണ് രാത്രി സുഹൃത്ത് അനീഷിന്റെ വീട്ടിൽ ഷിബു ഉണ്ടായിരുന്നതായി വിവരം ലഭിക്കുന്നത്. പിന്നീട് പുലർച്ചെ ഷിബുവിനെ കാണാതായതായി സുഹൃത്ത് അനീഷ് നൽകിയ വിവരം മാത്രമാണ് വീട്ടുകാർക്കുള്ളത്. 31-ാം തീയതി ഞായറാഴ്ച രാവിലെ 7 മണിയായപ്പം ജോലിക്കായിട്ട് വീട്ടിൽ നിന്ന് പോയതാണ്. അന്നാണ് നമ്മൾ അവസാനമായിട്ട് കാണുന്നത്. തിങ്കളാഴ്ച 9:30 ആയപ്പോഴത്തേനും ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല. നമുക്ക് വിളിച്ചു ചോദിക്കാൻ ആളുടെ കയ്യിൽ ഒരാഴ്ചയായിട്ട് ഫോണില്ലായിരുന്നു. അത് കാരണം രാവിലെ പിറ്റേ ദിവസം ചൊവ്വാഴ്ച രാവിലെ ഈ തലേ ദിവസം പണിക്ക് വിളിക്കാൻ വന്ന ആളെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പം പറഞ്ഞു ഇതുവരെ ഞാനും കണ്ടിട്ടില്ല, ഒരറിവുമില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു എന്നാൽ പോലീസിൽ പരാതി പെടട്ടെ, 2 ദിവസം വരെ ആയില്ലേ, നമ്മുടെ വീട് വിട്ടെങ്ങും മാറി നിൽക്കുന്ന ആളല്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു പരാതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആറന്മുള സ്റ്റേഷനിൽ പരാതി കൊടുക്കുക ചെയ്തത്. ഷിബുവിന്റെ തിരോധാനത്തിൽ കുടുംബം നൽകിയ പരാതിയിലാണ് ആറന്മുള പോലീസ് കടാവർ നായ്ക്കളെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയത്. അനീഷിന്റെ വീട്ടിലും സമീപ പ്രദേശങ്ങളിലും 2 മണിക്കൂറോളം പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഷിബുവിന്റെ കൈവശം ഫോണില്ലായിരുന്നതും അന്വേഷണത്തിന് പ്രതികൂലമാണ്. അനീഷിനെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ശ്രീകാരുണ്യ മിഷൻ അഗതി മന്ദിരത്തിനെതിരെയുള്ള പരാതിയുടെ അടിസ്ഥാനം എന്താണ്? സംസാര കേൾവി പരിമിതിയുള്ള അനാഥ ബാലനെ അഗതി മന്ദിരത്തിൽ കയറുകൊണ്ട് കെട്ടിയിട്ടെന്ന പരാതി അതീവ ഗൗരവമുള്ളതാണ്. കയ്യിൽ നീരും പാടുകളുമുള്ള 13-കാരൻ നിലവിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം കുട്ടി മതിൽ ചാടി പുറത്തു കിടക്കാൻ ശ്രമിച്ചപ്പോൾ ഷാൾ കൊണ്ട് കൈ കെട്ടിയിട്ടെന്നാണ് നെയ്യാറ്റിൻകരയിലെ ശ്രീകാരുണ്യ മിഷൻ അഗതി മന്ദിരത്തിന്റെ വിശദീകരണം. കുട്ടിയെ മർദ്ദിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അധികൃതർ പറഞ്ഞു. എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം ഒരുങ്ങുകയാണ് പോലീസ്.
നെയ്യാറ്റിൻകര ശ്രീ കാരുണ്യ മിഷൻ അഗതി മന്ദിരത്തിനെതിരെയാണ് പരാതി. കുട്ടിയുടെ കൈകളിൽ നീരും കയറിന്റെ പാടുകളും കണ്ടെത്തിയതോടെയാണ് സംഭവം വിവാദമായത്. കുട്ടിക്ക് ഏകദേശം 13 വയസ്സ് മാത്രമാണ് ഉള്ളത്. ജന്മന സംസാര കേൾവി പരിമിതിയുള്ള കുട്ടിയെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ട്രെയിനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് സംരക്ഷണത്തിനായാണ് ശ്രീ കാരുണ്യ മിഷൻ ഹോമിലേക്ക് മാറ്റിയത്. കുട്ടി നിലവിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ടിട്ടുണ്ട്. വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ CWC ചെയർമാൻ നിർദ്ദേശം നൽകി. CWCയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ശ്രീ കാരുണ്യ മിഷൻ. അതേസമയം വസ്തുതകൾ വളച്ചൊടിക്കുകയാണെന്ന് കാരുണ്യ മിഷൻ ഡയറക്ടർ പറയുന്നു. ഒരാഴ്ചത്തേക്ക് താൽക്കാലികമായി നിർത്താനാണ് CWC കുട്ടിയെ എത്തിച്ചത്. മാനസിക വെല്ലുവിളികൾ നേരിടാത്ത കുട്ടികളെ ഇവിടെ എടുക്കില്ല എന്ന് അധികൃതർ അറിയിച്ചെങ്കിലും പ്രത്യേക അപേക്ഷ പ്രകാരം അനുമതി നൽകുകയായിരുന്നു. ഇവിടെ എത്തിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ കുട്ടി മതിൽ ചാടി രക്ഷപ്പെട്ടു. മാരായമുട്ടത്ത് നിന്ന് കാരുണ്യ മിഷൻ അധികൃതർ തന്നെയാണ് കുട്ടിയെ കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് മാരായമുട്ടം പോലീസിൽ പരാതിയും നൽകിയിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ വീണ്ടും 2 തവണ കൂടി കുട്ടി മതിൽ ചാടി. ഇതോടെ കുട്ടിയെ കൊണ്ടുപോകാമെന്ന് CWC അറിയിച്ചിരുന്നു. എന്നാൽ കുട്ടി തുടരെ മതിൽ ചാടുന്നതിനാൽ സ്ഥാപനാധികൃതർക്കെതിരെ കേസെടുക്കണമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഷാൾ കൊണ്ട് കുട്ടിയുടെ കൈ കെട്ടിയത്. മർദ്ദിച്ചു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നാണ് ഇവരുടെ വാദം. എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന കള്ളനാണ് മലപ്പുറം കൽപ്പകഞ്ചേരിയിലെ ഷിഹാബുദ്ദീൻ. രാത്രി സമയങ്ങളിൽ മാത്രമല്ല പട്ടാപ്പകലും കവർച്ച നടത്തുന്നതിൽ ബിരുദൻ. മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ ഇയാളെ പിടികൂടുന്നത് പോലീസിനും വെല്ലുവിളിയാണ്. കഴിഞ്ഞ ദിവസം വളാഞ്ചേരിയിലെ മുസ്ലിം പള്ളിയിലെ കവർച്ച നടത്തിയ കേസിൽ പോലീസ് അതിവിദഗ്ധമായാണ് പ്രതിയെ പൊക്കിയത്. പട്ടാപ്പകൽ പള്ളിയിൽ കയറി ഭണ്ഡാരപ്പെട്ടി മോഷ്ടിച്ച കേസിലാണ് ഷിഹാബുദ്ദീനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. വളാഞ്ചേരി കാവുംപുറം തൊഴുവാനൂരിലെ നിസ്കാര പള്ളിയിൽ നിന്ന് പട്ടാപ്പകൽ ഭണ്ഡാരപ്പെട്ടി കവർച്ച ചെയ്തു കൊണ്ടുപോയ മോഷ്ടാവിനെ തന്ത്രപൂർവ്വം വലയിലാക്കി പോലീസ്. ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് സ്ഥിരം ഭണ്ഡാര മോഷ്ടാവായ യുവാവിനെ അറസ്റ്റ് ചെയ്തത്. കൽപ്പകഞ്ചേരി വരമ്പനാല സ്വദേശി കല്ലേങ്ങൽ ഷിഹാബുദ്ദീൻ എന്ന യുവാവിനെയാണ് അറസ്റ്റ് ചെയ്തത്. മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെ മുങ്ങി നടക്കുന്ന ഷിഹാബുദ്ദീനെ നിരവധി CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പിടികൂടിയത്. കൽപ്പകഞ്ചേരി സ്റ്റേഷനിലും ഷിഹാബുദ്ദീനെതിരെ സമാനമായ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 6-ാം തീയതി ഉച്ചയ്ക്ക് 1:45 തൊഴുവാനൂർ നിസ്കാര പള്ളിയിലെ ഭണ്ഡാരപ്പെട്ടി മോഷണം പോയത്. പള്ളിക്കുള്ളിൽ സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരപ്പെട്ടിയാണ് ഷിഹാബുദ്ദീൻ പള്ളിയിൽ അതിക്രമിച്ചു കയറി മോഷ്ടിച്ചത്. സംഭവത്തിൽ പള്ളി സെക്രട്ടറി നൽകിയ പരാതിയിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു. വളാഞ്ചേരി SI നിർമ്മലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 തിരൂർ. സാമ്പത്തിക തട്ടിപ്പിലോ ഓൺലൈൻ കെണികളിലോ വീഴുന്നവരെ ശ്രദ്ധിക്കാറുണ്ടോ? ആവശ്യത്തിന് പണവും സ്വത്തുമുള്ളവരും സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവരുമാണ് പലപ്പോഴും ഇരകളാകുന്നത്. ജീവിക്കാൻ മറ്റു നിവൃത്തിയില്ലാതെ ഒരു ഭാഗ്യപരീക്ഷ ഇറങ്ങുന്നവരുടെ കാര്യം പോട്ടെ. എന്നാൽ കൂടുതൽ പണം സമ്പാദിക്കാനുള്ള അത്യാഗ്രഹം കാരണം ചതിയിൽ വീഴുന്നവരുണ്ട്. കൊച്ചി കുമ്പള സ്വദേശിയായ വനിതാ ഡോക്ടർ തട്ടിപ്പിനിരയായ കഥ എല്ലാവരും പാഠമാക്കേണ്ടതാണ്. ഓൺലൈൻ ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചാൽ 3 ഇരട്ടി ലാഭം ലഭിക്കുമെന്നുള്ള വാഗ്ദാനത്തിൽ വിശ്വസിച്ചതാണ് ഡോക്ടർക്ക് കുരുക്കായത്. ഡോക്ടറിൽ നിന്ന് ഓൺലൈനായി 67 ലക്ഷം രൂപ തട്ടിയ കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശികളായ അബ്ദുൾ റഹ്മാൻ, അർഷാദ് എന്നിവരാണ് പിടിയിലായത്. സമൂഹ മാധ്യമത്തിലൂടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ AI വീഡിയോ പ്രചരിപ്പിച്ചാണ് ഓൺലൈൻ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗിന്റെ പേരിൽ ഇവർ പണം തട്ടിയത്.
നിക്ഷേപിക്കുന്ന തുകയുടെ 3 ഇരട്ടി 3 മാസം കൊണ്ട് തിരികെ ലഭിക്കുമെന്ന് പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ്. ഫേസ്ബുക്കിലൂടെ പരസ്യം കണ്ട് ലിങ്കിൽ പ്രവേശിച്ചപ്പോൾ ക്ലൈന്റ് 9 Pro എന്ന കമ്പനിയുടെ വെബ്സൈറ്റിലെത്തുകയും അവർ നൽകിയ മറ്റൊരു ലിങ്ക് വഴി ട്രേഡിങ്ങിന് വേണ്ട പണം അയച്ചു കൊടുക്കുകയുമാണ് ഡോക്ടർ ചെയ്തത്. കൂടാതെ തട്ടിപ്പ് സംഘം പറഞ്ഞതനുസരിച്ച് കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഡിജിറ്റ്കോം IT സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്കും ഡോക്ടർ പണം അയച്ചു കൊടുത്തിരുന്നു. ഈ കമ്പനിയുടെ ഉടമകളെയാണ് പനങ്ങാട് പോലീസ് പിടികൂടിയത്. ഇത്തരത്തിൽ ഈ വർഷം ജനുവരി മാസം മുതൽ ഡോക്ടറുടെ പല അക്കൗണ്ടുകളിൽ നിന്നായി ഏകദേശം 67 ലക്ഷം രൂപയോളമാണ് തട്ടിപ്പ് സംഘം കൈക്കലാക്കിയത്. എന്നാൽ വാഗ്ദാനം ചെയ്ത ലാഭവിഹിതമോ നൽകിയ പണമോ തിരികെ ലഭിച്ചില്ല. തുടർന്ന് മാർച്ച് മാസം പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഡോക്ടർ പരാതി നൽകുകയായിരുന്നു. പ്രതികൾക്കെതിരെ കേരളത്തിനകത്തും കർണാടക, മിസോറാം എന്നിവിടങ്ങളിലെ പല സംസ്ഥാനങ്ങളിലുമായി സമാനമായ ഓൺലൈൻ തട്ടിപ്പ് കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള 3 ഉത്തരേന്ത്യൻ സ്വദേശികൾ നിലവിൽ ഹരിയാന ജയിലിലും തിഹാർ ജയിലിലും റിമാൻഡിലാണ്. ന്യൂസ് 18 കൊച്ചി. കേരളത്തിലെ സർവീസ് സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് സമീപകാലത്തായി വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ബാങ്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും അറിവോടെയാണ് ഈ തട്ടിപ്പുകൾ അരങ്ങേറുന്നത്. സാധാരണക്കാരായ കർഷകർക്കുൾപ്പെടെ കിട്ടേണ്ട പണം അന്യായമായി കൈവശപ്പെടുത്തുന്ന ഭരണസമിതി അംഗങ്ങളുണ്ട്. തിരുവനന്തപുരം മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്കിലെ കാർഷിക വായ്പാ തട്ടിപ്പിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MS അനിൽ സംഘം പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ നിയമവിരുദ്ധമായി ഭാര്യയുടെ പേരിൽ 45 ലക്ഷം രൂപയുടെ കാർഷിക വായ്പ തട്ടിയെടുത്തെന്നാണ് പരാതി. മാരായമുട്ട സ്വദേശി അജികുമാർ നെയ്യാറ്റിൻകര കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ലാണ് കേസിനാസ്പദമായ പരാതി ഉയർന്നത്. അന്നത്തെ സംഘം പ്രസിഡന്റും നിലവിൽ കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ MS അനിലിന്റെ ഭാര്യ ശൈലജയുടെ പേരിൽ 15 ലോണുകൾ പാസാക്കി 45 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായാണ് പരാതി. അന്ന് കേസ് പരിഗണിച്ച നെയ്യാറ്റിൻകര കോടതി ബാങ്കിലെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ കാണാനില്ലെന്ന പരാതി ഉയർന്നതിനെ തുടർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരുന്നു. തുടർന്ന് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ സഹായത്തോടുകൂടി അന്വേഷണം മുന്നോട്ട് പോയെങ്കിലും കമ്പ്യൂട്ടർ വിദഗ്ധർ ഉൾപ്പെടെ അന്വേഷണത്തിന് ആവശ്യമാണെന്ന സാഹചര്യത്തിൽ താൽക്കാലികമായി നിലച്ചു. മാരായമുട്ട സ്വദേശി അജികുമാർ നൽകിയ പരാതിയിലാണ് നെയ്യാറ്റിൻകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 കേസിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്. സംഘം ഭരണസമിതി അംഗങ്ങൾക്കോ ജീവനക്കാർക്കോ വായ്പയോ ചിട്ടിയോ എടുക്കാൻ പാടില്ലെന്ന നിയമം മറികടന്ന് കാർഷിക വായ്പ എടുത്തെന്നാണ് ആരോപണം. 4% മാത്രം പലിശയുള്ള കാർഷിക വായ്പയ്ക്ക് മതിയായ ഈട് നൽകിയിട്ടില്ലെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നു. മാരായമുട്ടം ബാങ്കിന്റെ 2 ശാഖകൾ പ്രവർത്തിക്കുന്നത് ഇവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ്. ഈ സ്ഥലങ്ങൾ വലിയ തുകകളുടെ ചിട്ടിക്ക് ഈട് വെച്ചിട്ടുള്ളതായാണ് വിവരം. ഇതിലൊക്കെ നിയമലംഘനങ്ങൾ നടന്നിട്ടുള്ളതായാണ് ഹർജിക്കാരൻ ആരോപിക്കുന്നത്. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടില്ലെന്നുമാണ് MS അനിലിന്റെ നിലപാട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. താരസംഘടനയായ അമ്മയിലെ പ്രശ്നങ്ങൾ സിനിമാ മേഖലയ്ക്ക് തന്നെ വലിയ നാണക്കേടായിട്ടുണ്ട്. പരസ്പരം സംസാരിച്ച് തീർക്കാവുന്ന തർക്കമാണ് പിന്നീട് പരാതിയും നിയമ നടപടിയും ഒക്കെയായി മാറിയത്. അൻസിബ ഹസന്റെ പരാതിയിൽ കഴമ്പില്ലെന്ന് പറഞ്ഞ് പോലീസ് തള്ളിയതോടെ നടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ലക്ഷ്മിപ്രിയയ്ക്കും ഭർത്താവിനും തൃപ്പൂണിത്തുറ വനിതാ സെൽ SIക്കുമെതിരെ അൻസിബ തൃപ്പൂണിത്തുറ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. ഹർജിയിൽ കോടതി പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. നടി ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ വനിതാ സെൽ SI എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് തൃപ്പൂണിത്തുറ കോടതിയെയാണ് അൻസിബ സമീപിച്ചത്. പോലീസ് FIR രജിസ്റ്റർ ചെയ്യാത്തതിനെ തുടർന്നാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. അൻസിബയുടെ പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു. സംഭവത്തിൽ പോലീസിനോട് അടിയന്തര വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു. ഈ മാസം 17 മറുപടി നൽകാനാണ് നിർദ്ദേശം. ഈ സംഭവത്തിൽ എന്തുകൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്യാതിരുന്നതെന്നാണ് പോലീസ് കോടതിയിൽ വ്യക്തമാക്കേണ്ടത്.
അതേസമയം അൻസിബ ഹസനുമായുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെ തനിക്കെതിരെ കടുത്ത സൈബർ ആക്രമണം നടക്കുന്നുവെന്നാരോപിച്ച് ലക്ഷ്മിപ്രിയ പരാതി നൽകിയിരുന്നു. കൊച്ചി ഇൻഫോ പാർക്ക് സൈബർ പോലീസിലാണ് ലക്ഷ്മിപ്രിയ പരാതി നൽകിയത്. അൻസിബയുടെ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ലക്ഷ്മിപ്രിയയുടെ പരാതി. ഇതിനിടെ ടിനി ടോമിനെതിരെ അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായ നടി നീന കുറുപ്പിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കടവന്ത്ര പോലീസാണ് നീന കുറുപ്പിന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തത്. അൻസിബ ഹസൻ തന്നെ മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന ടിനി ടോമിന്റെ ആരോപണം വ്യാജ പ്രചാരണമാണെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പനക്കുന്നിന്റെ മകനും കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകിയിരുന്നു. അച്ചടക്ക നടപടിയുടെ ഭാഗമായി അമ്മ അൻസിബയ്ക്കും ലക്ഷ്മിപ്രിയയ്ക്കും ഉൾപ്പെടെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു. 21-ാം തീയതിയാണ് സംഘടനയുടെ വാർഷിക ജനറൽ ബോഡി യോഗം നടക്കുക. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. അഭിമന്യു കൊലക്കേസിൽ ജൂലൈ 6-ന് കോടതിയിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസ്. അന്ന് കേസിലെ മുഴുവൻ പ്രതികളും ഹാജരാകണമെന്ന് കോടതി. നെയ്യാറ്റിൻകര പത്താംകല്ലിൽ MDMA-യുമായി യുവാവ് പിടിയിൽ. 40 ഗ്രാം MDMA-യുമായി എക്സൈസിന്റെ പിടിയിലായത് കണിയാപുരം വാവരമ്പലം സ്വദേശി ഷൈജു. കൊല്ലത്ത് വീണ്ടും ബംഗ്ലാദേശ് സ്വദേശി പിടിയിൽ. ബംഗ്ലാദേശ് ദേലക്പൂർ സ്വദേശി മുഹമ്മദ് നദു ഹസനാണ് പിടിയിലായത്. കൊല്ലം ശക്തികുളങ്ങരയിൽ കാൽനട യാത്രക്കാരനെ മർദ്ദിച്ച് പണം കവർന്ന കേസിൽ 3 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് തൻസീൽ, ശ്രീജിത്ത്, പ്രശോദ് എന്നിവർ. കരുനാഗപ്പള്ളി കോഴിശ്ശേരിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്താൻ ശ്രമിച്ച പ്രതി പിടിയിൽ. CCTV ദൃശ്യങ്ങളിലൂടെ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ക്ഷേത്ര ഭാരവാഹികൾ നടത്തിയ സംയോജിത ഇടപെടലിലാണ് പ്രതി വിഷ്ണു പിടിയിലായത്. വയനാട്ടിലെ ചീരാൻപാഴൂർ ടൗണിൽ വെച്ചിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച കേസിൽ പ്രായപൂർത്തിയാവാത്ത ഒരാൾ ഉൾപ്പെടെ 3 പേരെ നൂൽപ്പുഴ പോലീസ് പിടികൂടി. ആലപ്പുഴ പരവൂർ സ്വദേശി ദാസ് ചന്ദ്രൻ, പനമരം ഓടക്കൊല്ലി ഉന്നതിയിലെ വി പ്രസാദ് എന്നിവരെയും ഒരു കുട്ടിയെയുമാണ് പിടികൂടിയത്. നിങ്ങൾ ആരെങ്കിലും ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ചിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കിയാൽ ചുറ്റിനും ഒരുപാട് പേരുണ്ടാകും. സ്നേഹിക്കാനും ചേർത്തു പിടിക്കാനും കുറെ പ്രിയപ്പെട്ടവർ, സമൂഹ മാധ്യമങ്ങളിൽ എണ്ണിയാൽ തീരാത്തത്ര സുഹൃത്തുക്കൾ. പക്ഷെ ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ടു പോയെന്ന തോന്നൽ മനസ്സിനെ അലട്ടാറില്ലേ? എന്നെ ആരും മനസ്സിലാക്കുന്നില്ലെന്നും കേൾക്കുന്നില്ലെന്നും ചിന്തിക്കാറില്ലേ? പ്രിയപ്പെട്ടവരുടെ വിയോഗവും മനുഷ്യബന്ധങ്ങൾ തമ്മിലുള്ള അകൽച്ചയും നമ്മളെ ഏകാന്തതയിൽ കൊണ്ടെത്തിക്കാറുണ്ട്. ഇത്തരം ഒറ്റപ്പെടൽ ചിലപ്പോൾ മനസ്സിനെ വല്ലാതെ തളർത്തിക്കളയും. വിഷാദരോഗവും ആത്മഹത്യ ചിന്തയും ഉള്ളിൽ കടന്നു വരാം. ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ തനിച്ചിരിക്കരുത് കേട്ടോ. നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം. വിനോദ സമയങ്ങൾ കണ്ടെത്തണം. യാത്രകൾ പോകണം. നമ്മളെപ്പോലെ ഒറ്റപ്പെട്ടു പോയ കുറേ മനുഷ്യരുണ്ടെന്നേ. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയവരെ ചേർത്തു നിർത്താനും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമുക്കും കഴിയണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.